ഹലോ ഡിയേഴ്സ്, കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാനൊരു ഫുൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എപ്പോഴും വിചാരിക്കും വീഡിയോ എടുക്കണം എന്നൊക്കെ, പക്ഷേ ആ ഒരു സമയത്ത് പിന്നെ ഒരു മടി തോന്നും. അങ്ങനെ ഷോർട്സ് മാത്രമാണ് കുറേ നാളുകളായിട്ട് ഇടാറുള്ളത്. ഇന്നിപ്പോൾ ഇതാ നമ്മൾ വയനാടേക്ക് പോവുകയാണേ. 1K അടിച്ച സന്തോഷമുണ്ട്, അതുപോലെ തന്നെ വെക്കേഷൻ അല്ലേ, കുട്ടികളെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് ചില്ലാവാന്നൊക്കെ കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കണ്ണൂരുകാർക്ക് ഏറ്റവും അടുത്തുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് വയനാട്. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ എടക്കൽ കേവിൽ എത്തിയിട്ടുണ്ട്. എടക്കൽ കേവിലേക്ക് കയറുന്ന അവിടെ തന്നെ ഇതാ ഇതുപോലെ ഫ്രഷായിട്ട് ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് പഴുത്ത ചിപ്സ്, സാധാരണ ചിപ്സ്, പിന്നെ ചക്ക വറുത്തത്, ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. കപ്പ ചിപ്സ് ഉണ്ട്, പിന്നെ ബീട്രൂട്ട് ചിപ്സ്. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ചിപ്സും ചക്ക വറുത്തതുമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി, വെള്ളവും വാങ്ങി നമ്മളിതാ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ വന്നിറങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ശരിക്കും ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ ഇത്. ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് അങ്ങനെ ഉപദ്രവമോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികളൊക്കെ അടുത്ത് പോയിട്ടും അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് കുറച്ച് നടക്കുമ്പോൾ മടുക്കുന്നുണ്ട്, പിന്നെ ഓടുന്നുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മൾ പകുതിയോളം നടന്നു കഴിഞ്ഞു. ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒട്ടും ചൂട് നമുക്കിവിടെ അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. ഒരു വിധത്തിൽ നമ്മളിതാ ഈ ഒരു പാറേൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടക്കൽ കേവിലേക്ക് കയറും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സുഖമുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ. നല്ലൊരു തണുപ്പ്, ചൂട് എന്താണെന്ന് നമ്മൾ അറിയേയില്ല ഇവിടെ വന്നാൽ. കാരണം ഈ സമയത്ത് നാട്ടിലൊക്കെ അത്രയും ചൂടാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയേയില്ല. അവിടെ ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വയനാട് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മളിതാ എടക്കൽ കേവിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. പണ്ടത്തെ ഒരുപാട് ഈ പാറകളിൽ നമ്മൾ പ്രാചീന മനുഷ്യന്മാരൊക്കെ കൊത്തി വെച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ അവിടെയുള്ള ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കർണാടക, തമിഴ്നാട് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഒരു 2 മണിയൊക്കെ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അത്യാവശ്യം നല്ല നല്ല കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഓരോ കടയിലും ഓരോ സാധനത്തിനും ഓരോ വിലയാണ്. അപ്പോൾ അത് നോക്കിയും കണ്ടു നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇവർക്ക് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഇതാ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആണ് പൈനാപ്പിൾ ഉപ്പിലിട്ടത്. അപ്പോൾ അതും വാങ്ങി നമ്മളിരുന്ന് കഴിക്കുകയാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായ ചിപ്സ് കുറച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിട്ടുള്ളൂ അവിടെ. പിന്നെ കുറച്ച് കുരങ്ങന്മാർക്കൊക്കെ കൊടുത്തു, ബാക്കി ഉണ്ടായിരുന്നു. അതും അവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചു. കാരണം അവിടെ നിന്ന് അങ്ങ് പോകാൻ നമുക്ക് തോന്നുന്നുണ്ടായില്ല, അത്രയും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ 1-2 സ്ഥലങ്ങളും കൂടെ കാണാൻ പോകാമെന്നുള്ള രീതിയിൽ പിന്നെ അതൊക്കെ കഴിച്ച് റിലാക്സ് ആയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പൂക്കോട് ലേക്കിലേക്കാണ് പോയത്. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല റഷായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ടായി, അതിലൊക്കെ നല്ല ആൾക്കാരുണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കോട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുള്ളത്. അവിടെ ഇറങ്ങിയിട്ട് നമുക്കൊരു കുറച്ചൊരു 5 മിനിറ്റ് 10 മിനിറ്റോളം നടക്കാനുണ്ട്. കണ്ട് ഇത്രയും ആൾക്കാർ ബോട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കാരണം എല്ലാ ബോട്ടിലും ആൾക്കാർ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കും ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം ബോട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും നല്ല പേടിയാണ് ഈ ബോട്ടിൽ കയറാൻ, പക്ഷേ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, അവർ ഹാപ്പിയായി. ചെറുതായ സമയത്ത് പോയെന്നല്ലാതെ അവർക്കൊരു ഓർമ്മയുള്ള സമയത്ത് നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ശരിക്കും നന്നായി എൻജോയ് ചെയ്തു. ഒരു അരമണിക്കൂർ ടൈം നമ്മൾ ബോട്ടിങ് ചെയ്തു. അതും കഴിഞ്ഞതിപ്പോൾ നമ്മൾ തിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, കാരണം ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലെത്താൻ ഒരുപാട് ലേറ്റ് ആവും. നമ്മളൊന്ന് റിലാക്സ് ആവാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി പതുക്കെ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ അവിടുന്ന് വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. എനിക്കെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ വീഡിയോ എടുത്തിപ്പോൾ കുറേ കാലമായി. അതുകൊണ്ട് തന്നെ
എല്ലാ സ്ഥലത്ത് എത്തുമ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു പോവുകയും ചെയ്യും. പിന്നെ എനിക്ക് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ സമയം എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇനി അങ്ങനെ എടുത്തെടുത്ത് അതുമായിട്ടൊന്ന് സെറ്റായി വരണം. കാരണം നമ്മളിപ്പോൾ ഹോട്ടലിൽ പോകുമ്പോൾ ഒക്കെ ആണെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊരു മടിയാണ്. പിന്നെ നമ്മൾ ആ സമയം നമ്മൾ മാത്രമുള്ള ആ ഒരു ടൈം എൻജോയ് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ മടിയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് അങ്ങനെ കണ്ടതാണ്. ഈ വയനാട് പ്രളയം കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ വീടെടുത്ത് കൊടുത്തിട്ടുണ്ടായിട്ടില്ല ഗവൺമെൻറ്. ആ ഒരു ഏരിയ ആണ് ഇത്. പെട്ടെന്നാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അത്രയും അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ചങ്ങ് കഴിഞ്ഞ് പോയപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സ്ഥലം കാണാൻ വേണ്ടി വരുന്നിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാണാറുണ്ട്. അങ്ങനെ നമ്മളും അത് കണ്ടു. അപ്പോൾ പിന്നെ നമ്മളിതാ വരുന്ന വഴിക്ക് തേയില വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ എപ്പോഴൊക്കെ വയനാട് വന്നിട്ടുണ്ടോ ഈ ഒരു കടയിൽ നിന്നാണ് നമ്മൾ തേയില വാങ്ങിയിട്ടുള്ളത്. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റാണ് പാരിസൺസിൻ്റെ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തേയില വാങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 3-4 തവണ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ വരുമ്പോഴൊക്കെ തിരിച്ച് വരുമ്പോൾ വാങ്ങാറുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പതുക്കെ വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു 2 മണിക്കൂർ മതി നമ്മുടെ വീടെത്താൻ. അതുകൊണ്ട് തന്നെ അത്ര തിരക്കൊന്നും പിടിച്ചില്ല. കാരണം ഒരു 7 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വോയിസ് ഓവർ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്. ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോകൾ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ 1K ആകാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.